എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് പല്ലടയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കോഴിക്കോട് ഭാഗത്തേക്ക് പല്ലട എന്നാണ് പറയാറ്. താഴെ ട്രിവാൻഡ്രം കൊല്ലം ഭാഗത്തേക്ക് വേറെ എന്തോ പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് പല്ല് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നടത്തുന്നൊരു ചടങ്ങാണ് കേട്ടോ ഇത്. അതായത് ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് കുഞ്ഞുങ്ങൾ ഭാവിയിൽ എന്താകും എന്നുള്ളത് ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ പോലെയാണ് ഇത് നടത്തുന്നത്. അതിലൊന്നും യാതൊരു ലോജിക്കില്ല. കുഞ്ഞിൻ്റെ മുന്നിൽ കുറേ സാധനങ്ങൾ നമ്മൾ വെച്ച് കൊടുക്കും. വണ്ടി വെച്ച് കൊടുക്കും, താക്കോൽ വെച്ച് കൊടുക്കും, അങ്ങനെ കുറേ ഐറ്റംസ് വെച്ച് കൊടുക്കും. അതിന്ന് കുഞ്ഞ് എന്താണോ അപ്പം ചൂസ് ചെയ്യുന്നത് അതായിരിക്കും അവൻ്റെ ഫ്യൂച്ചർ. ആ ഒരു കൺസെപ്റ്റിൻ്റെ പുറത്താണ് നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ ഒക്കെ ബേസിലായിരിക്കും അവൻ്റെ ഫ്യൂച്ചർ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അല്ല. ഉറപ്പിക്കാൻ നമുക്കതൊന്നും പറയാനേ പറ്റുന്ന കാര്യമില്ല. കുഞ്ഞ് അപ്പം കാണുന്ന അട്രാക്റ്റഡ് ആയിട്ടുള്ള സാധനമായിരിക്കും എടുക്കുന്നത്. ധനുവിൻ്റെ കേസിലും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു അവന് എന്തായിരിക്കും എടുക്കുക എന്നുള്ളത്. എന്താ വെച്ചാൽ അവന് കാണാത്ത സാധനം കാണുമ്പോഴായിരിക്കും അതായിരിക്കുമല്ലോ എടുക്കുക. അപ്പോൾ ആ ഒരു രീതിക്കായിരുന്നു അവൻ്റെതൊക്കെ. അപ്പോൾ അതൊന്നും വെച്ച് ആരും പിന്നെ അതിനെ വിലയിരുത്തുകയോ അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളതാക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു മെസ്സേജ് പോലെ പറയുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇനി ഇതിന് എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ അമ്മമ്മ അട ഉണ്ടാക്കി കൊണ്ടുവരും കുഞ്ഞിന് വേണ്ടിയിട്ട്. അതായത് ഇലയിൽ അടയും, അതേപോലെ ഇലയിൽ അട തന്നെയാണ് കൊണ്ടുവരിക. എൻ്റെ അമ്മ 2 അടയൊക്കെ ഉണ്ടാക്കി, 2-3 അടയൊക്കെ കൊണ്ടുവരും. നെയ്യപ്പവും ഇലയിൽ അടയും, പിന്നെ പോലെ അട തന്നെ വെണ്ണയിൽ വറുത്ത് ഊരിയൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു. പിന്നെ ഇത് അമ്മമ്മ തന്നെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ആരോ പണ്ട് ഉണ്ടാക്കി വെച്ചതാണ്. പണ്ട് ഇങ്ങനത്തെ ചടങ്ങേ ഇല്ല, എൻ്റെ അമ്മ പറയുന്നേക്കാം. ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ പുതിയ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നാണല്ലോ, നമ്മളൊരു ഇഷ്ടത്തിനും ജീവിച്ച് പോകാനുള്ള രസത്തിനും വേണ്ടിയിട്ട്. എനിവേ അതിൻ്റെ പേരിലൊക്കെ, അതായത് അമ്മമ്മ അപ്പം ചുട്ട് അട കൊണ്ടുവരാഞ്ഞിട്ട് പല്ലട വെക്കാതെ കാത്തു നിന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം കേട്ടോ. അതിലൊന്നും ഒരു ലോജിക്കുമില്ല. അട വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ, അല്ലെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ അതിനൊന്നും ഒരു സാധനവും ഇല്ല. അതൊക്കെ നമ്മുടെ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. എനിവേ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ചടങ്ങും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എത്രത്തോളം മനോഹരമാക്കാൻ കഴിയും അങ്ങനെയാക്കാം. ധനുവിന് ഞാൻ എന്തെങ്കിലും ഒരു പുതിയ ഡ്രസ്സൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ വെക്കുന്ന ഐറ്റംസിന് ഓരോ കൺസെപ്റ്റാണ് കേട്ടോ. അത് എന്തൊക്കെ ഐറ്റംസ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പുസ്തകം വെച്ചിട്ടുണ്ട്, അത് ആ വിദ്യ ആ രീതിയിലായിരിക്കും. പെന്നും ഒക്കെ ആ രീതിയിലുള്ളതാണ്. പിന്നെ ടോയ് വെച്ചാൽ അവൻ ആ രീതിക്കുള്ള എന്തെങ്കിലും ഫീൽഡായിരിക്കും. എടുക്കുകയാണെങ്കിൽ ധനം ഉണ്ടാക്കുന്ന ആ രീതിയിലുള്ള എന്തെങ്കിലും ഫ്യൂച്ചറായിരിക്കും. താക്കോൽക്കൂട്ടാണെങ്കിൽ അതേപോലെ അവന് കുറേ ഓരോന്ന് ഉണ്ടാക്കും എന്നുള്ള രീതിക്കാണ്, സമ്പത്ത് ഉണ്ടാക്കും എന്നുള്ള. പിന്നെ അതുപോലെ അടയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണപ്രിയനായിരിക്കും. പുതിയ ഡ്രസ്സും ചീർപ്പ് വെച്ചിട്ടുണ്ട്. കത്തി കണ്ടില്ലേ, ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കത്തിയാണ് വെച്ചത്, അതെങ്ങനെ എടുത്ത് മുറിഞ്ഞാലോ പിടിച്ചിട്ട്. അതേപോലെ മൊച്ചിങ്ങൊക്കെ വെച്ചുകൊണ്ട് അതെന്ന് പറയുന്നത് കുറേ സമ്പത്തൊക്കെ ഉണ്ടാക്കും എന്നുള്ള കൺസെപ്റ്റാണ്. പിന്നെ സ്വർണം വെക്കുന്നുണ്ട്. അതൊക്കെ ആ രീതിക്കുള്ള കൺസെപ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇവൻ എന്തൊക്കെയാണ് എടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 3 തവണയായിട്ടാട്ടോ എടുപ്പിച്ചത് ഞാൻ. വേണമെങ്കിൽ എത്ര തവണ വേണമെങ്കിലും എടുപ്പിക്കാം. ഇനി നിങ്ങൾ കണ്ടു നോക്കൂ. തരുമോ? ആലോചിക്കട്ടെ. തരുമോ വെച്ചിട്ട് നോക്കുന്ന വിളയാ. ഇവിടെ നോക്കാൻ കൊടുക്കേണ്ട ഞാനാണോ? മതി പോരെ.